ദില്ലി സ്ഫോടനത്തിന് ശേഷം തീവ്രവാദികൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഇന്ത്യ അവരെ തേടിയെത്തിയിരിക്കും, ഇന്ത്യ അവരെ ശിക്ഷിച്ചിരിക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഒരു വെറും വാക്കായിരുന്നില്ല. ഇപ്പോഴിതാ ഭീകരർ ഒളിച്ചിരിക്കുന്ന പാതാളത്തിന്റെ റൂട്ട് മാപ്പ് വരച്ച് ഇന്ത്യൻ സേന. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകരർ അവരുടെ തന്ത്രം മാറ്റിയതായി ഇന്ത്യൻ സേന പറയുന്നു. നുഴഞ്ഞുകയറ്റം നടത്താൻ പാകത്തിന് അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു മുൻപ് ഭീകരരുടെ താവളങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ സിന്ദൂറിന് ശേഷം ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഇന്ത്യൻ സൈനിക നടപടികളെ ഭയന്ന് 70-ലധികം തീവ്രവാദ ലോഞ്ച് പാഡുകളാണ് പാകിസ്ഥാൻ രഹസ്യമായി ഉൾഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. നിലവിൽ സിയാൽകോട്ട്, സഫർവാൾ തുടങ്ങിയ ഉൾപ്രദേശങ്ങളിൽ 12ഓളം പ്രധാന ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഭീകര ലോഞ്ച് പാഡുകൾ. കൂടാതെ 60ഓളം മറ്റു താവളങ്ങൾ സമാനമായ ഒളിയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ഈ ക്യാമ്പുകളിൽ വലിയ സംഘങ്ങളില്ല. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോൾ മാത്രം സജീവമാകുന്ന 2-3 പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളാണ് ഇവിടെ ഉള്ളത്. സിന്ദൂറിന് മുൻപ് ജെയ്ഷെ മുഹമ്മദ് താഴ്ന്ന പ്രദേശങ്ങളിലും ലഷ്കർ-ഇ തൊയ്ബ ഉയർന്ന ഭൂപ്രദേശങ്ങളിലുമായിരുന്നു പരിശീലനം നടത്തിയിരുന്നത്. എന്നാൽ സിന്ദൂരാനന്തര സാഹചര്യത്തിൽ ഇന്ത്യൻ സൈനിക ആക്രമണങ്ങളെ ഭയന്ന് ഈ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് ചേർന്ന് സംയോജിത സ്ക്വാഡുകളായിട്ടാണ് പരിശീലിക്കുന്നത്. BSF DIG വിക്രം കൻവർ പറയുന്നതനുസരിച്ച് ഭീകരർ അവിടെ സ്ഥിരമായി നിലയുറപ്പിച്ചിട്ടില്ല, മറിച്ച് പരിശീലനവും പുതിയ ദൗത്യങ്ങൾക്കുമായിട്ടുള്ള സ്ഥലം മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലുമാണ്. സർക്കാർ നിർദ്ദേശിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കാൻ BSF പൂർണ്ണ സജ്ജരാണെന്നും IG ആനന്ദ് പറഞ്ഞു. 1965, 1971 കാർഗിൽ, സിന്ദൂർ എന്നീ യുദ്ധങ്ങളിലെല്ലാം തന്നെ BSFന് പരമ്പരാഗതവും ഹൈബ്രിഡുമായിട്ടുള്ള യുദ്ധമുറകളിലുള്ള അനുഭവമുണ്ട്. അവസരം ലഭിക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ വരുത്തിയതിനേക്കാൾ കൂടുതൽ നാശനഷ്ടം വരുത്താൻ BSFന് കഴിയുമെന്നും IG ആനന്ദ് കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ അതിന്റെ ഭീകര ശൃംഖലയെ രാജ്യത്തിന്റെ ഉൾഭാഗത്തേക്ക് മാറ്റുമ്പോൾ ഒരു ആട്ടക്കലാശത്തിന് തന്നെയാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇന്ത്യയുടെ അടുത്ത പ്രഹരം അതിർത്തിയിലെ നിയമങ്ങളെ തന്നെ എന്നേക്കുമായി മാറ്റി എഴുതിയേക്കാമെന്ന് BSF സൂചന നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.